മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884232666. ജനനെഞ്ചിലേറ്റിയ ഈ നത്താലെ ഫെസ്റ്റ് ഒരു വിപുലമായ രീതിയിലാണ് ഈ വർഷം ഒരുങ്ങിയിരിക്കുന്നത്. അത് ഈ മാസം 20-ാം തീയതി ശനിയാഴ്ചയാണ് വൈകിട്ട് 5:30 ഓട്ടുപാറ CSI പള്ളി പരിസരത്തും ആരംഭിക്കുന്നു. തുടർന്ന് 7:30 ഇവിടെ പള്ളി ഹോളിൽ എത്തിച്ചേരുന്നു. ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിന് സമാപന യോഗത്തിൽ നമ്മുടെ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനം. തുടർന്ന് ക്രിസ്മസ് സന്ദേശം നൽകുന്നത് മാർ ബോസ്കോ പുത്തൂരാണ്. ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ ദൃശ്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്ന നഥാലെ 2025 ഡിസംബർ 20 വടക്കാഞ്ചേരിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ പൗരാവലിയും വ്യാപാര സമൂഹവും ക്രൈസ്തവ കൂട്ടായ്മയും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നഗരസഭയും സംയുക്തമായാണ് നഥാലെ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വാദ്യമേളങ്ങളുടെയും സംഗീതത്തിന്റെയും താളത്തിനൊത്ത് 200 ക്രിസ്മസ് പാപ്പമാർ നൃത്തം ചെയ്യും. ഇരുവശങ്ങളിലുമുള്ള കാണികൾക്കായി സാന്താക്ലോസ് മധുര വിതരണം ചെയ്യും. വിവിധ നിശ്ചല ദൃശ്യങ്ങളും കരോൾ ഗാനവുമായി നീങ്ങുന്ന ഘോഷയാത്രയിൽ കുട്ടികളും മുതിർന്നവരുമായി ആയിരക്കണക്കിന് പേർ അണിനിരക്കും. ഓട്ടുപാറ ടൗൺ അങ്കണത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5:30 സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. തുടർന്ന് ഘോഷയാത്രയായി വടക്കാഞ്ചേരി ഫെറോന പള്ളി അങ്കണത്തിൽ സമാപിക്കും. നഥാലെ ഫെസ്റ്റ് 2025 സമാപന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിക്കും. മാർ ബോസ്കോ പുത്തൂർ ക്രിസ്മസ് സന്ദേശം നൽകും. 1 ലക്ഷം രൂപയുടെ കാരുണ്യ സ്പർശം പദ്ധതി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി 101 പേർക്ക് പലവ്യഞ്ജന കിറ്റുകളും ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ ധനസഹായവും നൽകും. സംഘാടന സമിതി ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ആമുഖ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ, ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ, വർക്കിംഗ് ചെയർമാൻ ഫാദർ തോമസ് ചാണ്ടി, ഘോഷയാത്രാ ചെയർമാൻ ഫാദർ സാബു ചെറിയാൻ, പ്രോഗ്രാം കൺവീനർ ഫാദർ എബിൻ പൈനാടത്ത്, പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് ലൂയിസ് ടിൻഡോ നടുത്തൊട്ടിയിൽ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.